സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില നിയന്ത്രണത്തിൽ ആശങ്ക ഉയർത്തി വ്യാപാരികൾ. വില നിയന്ത്രണം വരുന്നതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കോഴി എത്തുന്നത് ഗണ്യമായി കുറയും. അതേസമയം സർക്കാർ നിജപ്പെടുത്തിയ വിലയിൽ അമിത വില ഈടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി ലഭ്യത ഉറപ്പുവരുത്തണമെന്ന ധനമന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാകണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. അതുവരെ വ്യാപാരികൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചു വേണം മുന്നോട്ടു പോകാൻ. തിങ്കളാഴ്ച മുതൽ വില നിയന്ത്രണം നിലവിൽ വരുന്നതോടെ കനത്ത നഷ്ടം നേരിടേണ്ടി വരുമെന്ന് വ്യാപാരികൾ ആശങ്കയുയർത്തുന്നു. തമിഴ്നാട്ടിൽ 87 രൂപയ്ക്ക് അതിലും താഴ്ന്ന് കൊടുത്താലേ ഉള്ളൂ. അത് 75 രൂപയ്ക്കൊക്കെ കിട്ടേണ്ടി വരും തമിഴ്നാടിൽ നിന്ന്. 87 രൂപയ്ക്ക് ഇറച്ചിക്കോഴികൾ കിട്ടിയാൽ മാത്രമേ വിൽക്കൂ, അല്ലെങ്കിൽ കട അടച്ചിടുമെന്ന് വ്യാപാരികൾ പറയുന്നു. കോഴിയാണ് വാങ്ങുന്നത്, ഇറച്ചിയില്ല വാങ്ങുന്നത്. ഡ്രസ്സെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് 200 രൂപയുടെ മേലെ വില വരും. 87 രൂപ കോഴി കിട്ടിയാൽ നമ്മൾ വിൽക്കില്ല, പീടിക പൂട്ടിയിടും. അതേസമയം 87 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ലെങ്കിൽ വിൽക്കണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. നിലവിൽ 50% ഉൽപാദനം മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാകൂ. പ്രതിസന്ധി മറികടക്കാനായില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ കടകൾ അടച്ചിടാനാണ് ഒരു വിഭാഗം വ്യാപാരികളുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.